വാർത്തകൾ വായിക്കുന്നത് അനുജി. രാജസ്ഥാനിൽ ജനസേവ ഉഡാൻ അക്കാദമിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് തെരുവ് മക്കൾ ഇല്ലാത്ത ഇന്ത്യ എന്ന ലക്ഷ്യ സാക്ഷാത്കാരത്തിനായി ജനസേവ ശിശുഭവന്റെ പ്രവർത്തനങ്ങൾ ദേശീയ തലത്തിലേക്ക്. 1996 ആരംഭിച്ച ആലുവ ജനസേവ എന്ന സംഘടന അതിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിനായി ദേശീയ തലത്തിലേക്ക് പ്രവർത്തനങ്ങൾ വിപുലീകരിച്ചിരിക്കുന്നു. രാജസ്ഥാനിലെ അജ്മീർ ജില്ലയിലെ ചേരി പ്രദേശങ്ങളിൽ സ്കൂളുകളുടെ കോമ്പൗണ്ടിനുള്ളിൽ പോലും കയറാൻ ഭാഗ്യം ലഭിക്കാത്ത ഒരു പറ്റം ചേരി നിവാസികളായ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുവാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് ജനസേവ ആരംഭിച്ചിരിക്കുന്നത്. രാജസ്ഥാനിലെ സ്വാതന്ത്ര്യാഘോഷം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ കൊച്ചുമക്കളുടെ ഡാൻസ് കലാപരിപാടികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇവർ ഡാൻസൊക്കെ ചെയ്യണത്. ഇവർ ഇന്നവർ സ്കൂളിൽ പോകാത്ത കൊച്ചുമക്കളാണ്. ഇവർക്കൊക്കെ ഹായ് 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 ജനസേവ ഉഡാൻ അക്കാദമി എന്ന പേരിൽ ഒരു പാരലൽ സ്കൂളാണ് അവർക്ക് വേണ്ടി ജനസേവ അവിടെ ഒരുക്കിയിരിക്കുന്നത്. ഭക്ഷണം, പാർപ്പിടം, വിദ്യാഭ്യാസം, വോട്ടവകാശം, ആധാർ കാർഡ് തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ അവർക്ക് നേടിക്കൊടുക്കുകയാണ് ജനസേവയുടെ ലക്ഷ്യമെന്ന് ചെയർമാൻ ജോസ് മാവേലി പറഞ്ഞു. 6 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള 200 കുട്ടികൾക്കാണ് 2000 ചതുരശ്ര അടി വിസ്തൃതിയുള്ള കെട്ടിടത്തിൽ സൗകര്യമൊരുക്കിയിരിക്കുന്നത്. എന്നാൽ കുട്ടികളുടെ എണ്ണം ഇപ്പോൾ 400 കടന്നു. അധ്യാപകരടക്കം 11 ജീവനക്കാർ അക്കാദമിയുടെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണ്. അജ്മീർ സെന്റ് അസ്ലം സ്കൂളിലെ അധ്യാപകനായ ഡോക്ടർ സുനിൽ ജോസിന്റെ നേതൃത്വത്തിലാണ് അക്കാദമിയുടെ പ്രവർത്തനം. ജൂലൈ 15 അക്കാദമി പ്രവർത്തനം ആരംഭിച്ചത്. കഴിഞ്ഞ 25 വർഷം കൊണ്ട് 2000-ൽ പരം കുട്ടികളെ രക്ഷപ്പെടുത്തി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാൻ ജനസേവയ്ക്ക് കഴിഞ്ഞുവെന്ന് ചെയർമാൻ ജോസ് മാവേലി പറഞ്ഞു. 2014 ജൂലൈ 15 അക്കാദമി പ്രവർത്തനം ആരംഭിച്ചത്. കഴിഞ്ഞ 25 വർഷം കൊണ്ട് 2000-ൽ പരം കുട്ടികളെ രക്ഷപ്പെടുത്തി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാൻ ജനസേവയ്ക്ക് കഴിഞ്ഞുവെന്ന് ചെയർമാൻ ജോസ് മാവേലി പറഞ്ഞു.
ഫോട്ടോ. ഇൻസൈറ്റ് റിപ്പോർട്ടിന്റെ ഓൺലൈൻ മാധ്യമങ്ങളായ യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം എന്നീ ചാനലുകളിൽ പരസ്യങ്ങൾക്ക് വേണ്ടി വിളിക്കേണ്ട നമ്പർ 7736964883 9072046846. നമ്മുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഇൻസൈറ്റ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.